സൈഫുനിസ 12 ഇടങ്ങളിലെ റെയ്ഡ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ലാലി വിൻസെന്റിന്റെ വീട്ടിലും റെയ്ഡ് നടത്തുന്നത്. ഇതിൽ വക്കീൽ ഫീസ് ഇനത്തിൽ തനിക്ക് അനന്തകൃഷ്ണൻ പണം നൽകി എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതെല്ലാം ആദായ നികുതി രേഖയിലും കാണണമല്ലേ സൈഫുനിസ? തീർച്ചയായും ഈ അനന്തകൃഷ്ണന്റെ അടുത്ത് നിന്ന് ലാലി വിൻസെന്റ് പണം വാങ്ങിയിട്ടുണ്ട്. ഇത് വക്കീൽ ഫീസ് ഇനത്തിലാണ് എന്നാണ് ലാലി വിൻസെന്റ് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ കേസിൽ ലാലി വിൻസെന്റിനെ അടക്കം പ്രതിയാക്കി പല പോലീസ് സ്റ്റേഷനുകളിലും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേസ് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്താൻ ED കൊച്ചി യൂണിറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരേ സമയമാണ് റെയ്ഡ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ റെയ്ഡ് പൂർത്തിയാകുമെന്ന് പറയുന്നു. കാരണം പുലർച്ചയോടുകൂടി തുടങ്ങിയ റെയ്ഡാണ്. വളരെ കുറച്ചു ദിവസമായി ഈ കൊച്ചി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നേരത്തെ തന്നെ അനന്തകൃഷ്ണനെ മാത്രമാണ് ഈ കേസിൽ പ്രതിയാക്കി പോലീസും ഇപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തുന്നത്. ഇതിന് പിന്നാലെയായിരുന്നു ED പ്രാഥമിക വിവരശേഖരണം നടത്തുകയും അതിനുശേഷം FIR വിടുകയും ചെയ്തത്. ഈ FIRന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ED പരിശോധന നടത്തുന്നത്. ആദ്യഘട്ടം എന്നോണമാണ് ഈ പരിശോധന എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് സംബന്ധിച്ച പല രേഖകളും ലഭിക്കാനുണ്ട്. ലാലി വിൻസെന്റ് റിപ്പോർട്ട് TVയോട് തന്നെ പറഞ്ഞതാണ് അനന്തകൃഷ്ണനിൽ നിന്ന് 40 ലക്ഷം രൂപ വക്കീൽ ഫീസ് ഇനത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് വക്കീൽ ഫീസ് ഇനത്തിൽ കിട്ടിയത് തന്നെയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ ലാലി വിൻസെന്റിനെ അടക്കം പ്രതിയാക്കി സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ അനന്തകൃഷ്ണനുമായി ബന്ധമുള്ള എല്ലാവരുടെയും വീടുകളിൽ നിലവിൽ റെയ്ഡ് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 12 ഇടങ്ങളിലാണ് കൊച്ചി യൂണിറ്റിന്റെ റെയ്ഡ് നടക്കുന്നത്. പക്ഷെ എവിടെയാണ് എന്നുള്ളത് കൃത്യമായി സ്ഥിരീകരിക്കുന്നില്ല. എങ്കിലും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. അത് കുരുക്കായി തീരുമല്ലോ. തീർച്ചയായിട്ടും ആദായ നികുതി രേഖകൾ കാട്ടേണ്ടി വരും. ഈ പണം വാങ്ങി എന്നുള്ളത് തുറന്ന് സമ്മതിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. നിലവിൽ EDക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രൊസീഡ്സ് ഓഫ് ക്രൈം തെളിവുകൾ ശേഖരിക്കാനുള്ള സാധ്യതയുണ്ടാവും. അങ്ങനെ വന്നാൽ ഒരു പരിധിക്ക് ഒരു പക്ഷേ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. KN അനന്തകുമാറിന്റെ ശാസ്തമംഗലത്തെ വീട്ടിലും ഇപ്പോൾ റെയ്ഡ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സൈഫുനിസ, ഇപ്പോൾ ലാലി വിൻസെന്റ് ഈ വീട്ടിലുണ്ടോ? EDയുടെ റെയ്ഡിനോട് സഹകരിക്കുകയല്ലേ ലാലി വിൻസെന്റ്? തീർച്ചയായും ലാലി വിൻസെന്റ് വീട്ടിലുണ്ട്. ED റെയ്ഡിനോട് ലാലി വിൻസെന്റ് സഹകരിക്കുന്നുണ്ട്. ഈ പ്രാഥമിക പരിശോധനയുടെ ഭാഗമായാണ് ഈ റെയ്ഡ് എന്നാണ് ED അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ED ഇത് സംബന്ധിച്ച രേഖകളെല്ലാം തന്നെ പരിശോധന നടത്തുകയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം നേടുകയും ചെയ്തത്. ബാങ്കിനോട് ലെറ്റർ അയച്ച് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലഭിച്ച ശേഷമാണ് ഇപ്പോൾ അത് സംബന്ധിച്ച് പണം, അതായത് ഈ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്ന്, വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് പണം പോയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണോ അവരുടെ എല്ലാം വീടുകളിൽ പരിശോധന നടത്തുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ ആദ്യം ഈ ED ചെയ്ത നടപടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതൊരു കള്ളപ്പണ പരിശോധനയാണ്. കള്ളപ്പണം നടന്നിട്ടുണ്ട് എന്നുള്ള പരിശോധന. അതുകൊണ്ട് തന്നെ ആ ഇടപാട് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ